ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ബെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന രണ്ടാം ഞായറാഴ്ച പരിശുദ്ധ എവൻഗേലിയൻ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം, അതിന് 34 മുതൽ 11-ാം അധ്യായം 1 വരെയുള്ള വേദഭാഗങ്ങളാണ്. യേശു താൻ തെരഞ്ഞെടുത്ത ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് ഈ വേദഭാഗത്തിന്റെ ഇതിവൃത്തം. അത്ര സുഖകരമായ അനുകൂലമായ ഒരു സാഹചര്യമൊന്നും അല്ല നിങ്ങൾക്കുള്ളത് എന്ന് പരോക്ഷമായിട്ടെങ്കിലും പറയുന്ന ക്രിസ്തു അവർ നേരിടേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളെയാണ്, ചില അനുഭവങ്ങളെയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. 34-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്: ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. ഞാൻ സമാധാനമല്ല, വാളത്രേ കൊണ്ടുവരുന്നത് എന്ന്. ഇത് വളരെ വൈരുദ്ധ്യാത്മകമായ ഒരു ചിന്തയാണ്. ക്രിസ്തു സമാധാനത്തിന്റെ പ്രവാചകനാണ്, നീതിയുടെ സൂര്യനാണ് എന്നെല്ലാം പഴയ നിയമം പങ്കുവെക്കുമ്പോൾ, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണെന്ന് ദാവീദ് പങ്കുവെക്കുമ്പോൾ, ക്രിസ്തു പറയുകയാണ്, ഞാൻ സമാധാനമല്ല, വാളത്രേ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് എന്ന്. ഒന്നാമതായിട്ട്, അധാർമികതയുടെ വാളല്ല, ധാർമ്മികതയുടെ സമാധാനമാണ് ക്രിസ്തു കൊണ്ടുവന്നത്. അധാർമികതയുടെ വാളല്ല, ധാർമ്മികതയുടെ സമാധാനം. എന്താണ് ഇങ്ങനെ പറയുവാൻ കാരണം? അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിൽ അന്ന് നിലനിന്നിരുന്ന ഒരു ഭരണ വ്യവസ്ഥിതിയാണ് ടാക്സോ റൊമാനോ എന്ന് പറയുന്നത്. ടാക്സ് റൊമാനോ എന്ന് പറഞ്ഞാൽ റോമൻ പീസ്. റോമൻ സാമ്രാജ്യം അടിച്ചേൽപ്പിക്കുന്ന സമാധാനം, അവർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു സമാധാനമല്ല, പിന്നെയോ അടിച്ചേൽപ്പിക്കുന്ന, അടിച്ചമർത്തുന്ന അനീതിയുടെ, അടിമത്തത്തിന്റെ സമാധാനം. ഈ സമാധാനത്തിനെതിരെയാണ് ക്രിസ്തു വാളുമായിട്ട് വരുന്നത്. എന്താണ് ആ വാള്? ദൈവരാജ്യ മൂല്യങ്ങളാകുന്ന വാൾ, സമാധാനമാകുന്ന വാൾ. അതാണ് ഇവരുടെ ഇടയിലേക്ക് ഇറക്കിയത്. റോമൻ സാമ്രാജ്യം കൊണ്ടുവന്ന അസമാധാനത്തിന്റെയും അനീതിയുടെയും അക്രമത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ചില പീഡിപ്പിക്കലിന്റെയും സമാധാനമല്ല, പിന്നെയോ സമാധാനത്തിന്റെയും നീതിയുടെയും സത്യത്തിന്റെയും പ്രൊഫൗണ്ട് പീസ്. നോട്ട് റോമൻ പീസ്, പ്രൊഫൗണ്ട് പീസ്, നിത്യമായൊരു സമാധാനം. ആ സമാധാനമാണ് ഇവിടെ ക്രിസ്തു ചൂണ്ടിക്കാട്ടുന്നത്. നമ്മുടെ ചുറ്റുപാടും നോക്കി പേടിപ്പിച്ച് വെക്കുന്ന സമാധാനങ്ങളല്ല, പിന്നെയോ സ്വാതന്ത്ര്യത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സമാധാനം. ആ സമാധാനമാണ് നിത്യമായ സമാധാനം, ദ പീസ് ഓഫ് ഫ്രീഡം. ഈ സ്വാതന്ത്ര്യത്തിന്റെ സമാധാനമാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ ചുറ്റുപാടും നിറയേണ്ടത് ഈ സമാധാനമാണ്. സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്യുകയല്ല, സ്വാതന്ത്ര്യത്തെ നമ്മൾ അനാവശ്യമായി ഉപയോഗിക്കുകയല്ല. ആ സ്വാതന്ത്ര്യം മൂലം ഈ ലോകത്ത് നാം സമാധാനം കൈവരിക്കുന്നുവെങ്കിൽ, സമാധാനം ഉണ്ടാക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന വലിയ സന്ദേശം നമുക്ക് ലഭിക്കുവാൻ സാധിക്കും. രണ്ടാമതായിട്ട്, ലോകബന്ധങ്ങളെക്കാൾ ക്രിസ്തു ബന്ധത്തിന് പ്രാധാന്യം കൊടുത്തുള്ള ഒരു ജീവിതശൈലി. അതാണ് ക്രിസ്തു ഇവിടെ പറയുന്നത്. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. ലോകബന്ധങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ വഴികളെ സ്നേഹിക്കുക. ലോകത്തിന്റെ എല്ലാ അവസ്ഥകളും ജീവിത സുഖങ്ങളെക്കാൾ അധികമായി ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതം, ദൈവത്തോടൊപ്പമായിരിക്കുക, കുരിശിന്റെ വഴിയെ സ്നേഹിക്കുക. തന്റെ കുരിശെടുക്കാൻ ആർക്കാണോ താല്പര്യം, തന്റെ ജീവിത വ്യഥകളും തന്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വഴികളെയും എടുക്കുവാൻ ആർക്കാണോ താല്പര്യം, അവരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. ആ കുരിശെടുക്കാൻ, തന്റെ കുരിശെടുത്ത് സ്വയമായി തന്നെ തന്റെ ജീവിതത്തിന്റെ എല്ലാ കുരിശിന്റെ അനുഭവങ്ങളെയും അതെല്ലാ തലത്തിലും നാം എടുക്കാൻ തയ്യാറാകുന്നവൻ മാത്രമേ എനിക്ക് അനുകാരിയാകുകയുള്ളൂ എന്നുള്ളത് നമ്മളോടുള്ള വലിയ ആഹ്വാനമാണ്. അതുകൊണ്ട് ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്ന വൈദികൻ ആരാണോ അവനാണ് യഥാർത്ഥ വൈദികൻ. ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്ന അധ്യാപകൻ ആരാണോ അതാണ് യഥാർത്ഥ അധ്യാപകൻ. ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത്, ഈശ്വരന് പ്രാധാന്യം കൊടുത്ത് ആരൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നു അവരാണ് അവരുടെ കർത്തവ്യം ഈ ലോകത്ത് നന്നായി നിർവഹിക്കുന്നവൻ. അങ്ങനെ ആകട്ടെ നമ്മുടെ ജീവിതം. മൂന്നാമതായിട്ട് പറയുകയാണ്, ജീവനേക്കാൾ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നുള്ള സന്ദേശം. ലീവ് ലൈവ്
ഈ രണ്ട് വാക്കുകൾക്കും സ്പെല്ലിംഗ് ഒന്നാണ്, LIVE. ലീവ്, ജീവിക്കുക. ലൈവ് എന്ന് പറഞ്ഞാൽ സജീവമായിരിക്കുക. അപ്പോൾ ജീവിക്കുക എന്നാൽ സജീവമായിരിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഈ ലോകത്ത് ജീവനുണ്ട് എന്നുള്ളത് കൊണ്ട് നാം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു എന്നതിനേക്കാൾ ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളിലും സജീവമായിരിക്കുക എന്നൊരു സാഹചര്യമുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ ഉത്തരവാദിത്വപൂർണമായി ഉള്ള ഒരു ജീവിതം, ആ ജീവിതമാണ് നമ്മിൽ നിന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. ശിഷ്യന്മാരും അങ്ങനെ ആയിരിക്കണമെന്നും പരിപൂർണ സമർപ്പണം, ടു ലീവ് ആൻഡ് ടു ലൈവ് ഇൻ ഓൾ സിറ്റുവേഷൻസ് ഇൻ അവർ ലൈഫ് എക്സ്പീരിയൻസസ് എന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പറയുന്ന സന്ദേശം അതിന്റെ പിമ്പിലാണ്. ജീവനേക്കാൾ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് ആർക്കെങ്കിലും ഒക്കെ ജീവിതത്തിന് നമ്മുടെ ജീവനെ വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെയാണ് ത്യാഗം എന്ന കല അതിന്റെ ആധ്യാത്മികതയെ തുറക്കുന്നത്. ഇവിടെ ക്രിസ്തു കാണിച്ചു തരുന്നതാണ്, ജീവനേക്കാൾ അധികം ജീവിതത്തെ സ്നേഹിക്കണമെങ്കിൽ ജീവനെ ചിലയിടങ്ങളിലെങ്കിലും വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്, സറണ്ടർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവനെ ഒന്ന് വിട്ടുകൊടുത്താൽ നാം നേടുന്നത് അവന്റെയും എന്റെയും ജീവിതത്തെയാണ്. ആ ജീവിതമാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. നാലാമതായിട്ട്, അതിഥിയാകുന്നതിനേക്കാൾ ആതിഥേയനാകാനുള്ള ഒരു ക്ഷണം തൻ്റെ ശിഷ്യന്മാർക്കുണ്ട്. എപ്പോഴും അതിഥിയായിരിക്കുക, മുമ്പിലത്തെ കസാരകളിലേക്ക് പോകാതെ പിൻപിലിരുന്ന് വരുന്നവരെ സ്വീകരിക്കാനുള്ള ഹോസ്പിറ്റാലിറ്റിയുടെ ഒരു മൈൻഡ്, അങ്ങനെയുള്ള ഒരു മനസ്സാണ് പ്രവാചക ദൗത്യം. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. ഈ ചെറിയവന് ഒരു പാത്രം പച്ചവെള്ളം എങ്കിലും കൊടുത്താൽ അവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ക്രിസ്തു ഇവിടെ അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം എല്ലാവരും പ്രവാചകന്മാരല്ലല്ലോ, നാം എല്ലാവരും ഒരേ വിളിയുള്ളവരല്ലല്ലോ. പക്ഷേ നാം പ്രവാചകനാണെങ്കിൽ, നീതിമാനാകണമെങ്കിൽ, നാം നീതിമാൻ എന്ന് വെച്ച് വേറൊരുവനെ നീതിമാൻ എന്ന് എണ്ണുന്നുവെങ്കിൽ നാമും നീതിമാന്മാരുടെ ഗണത്തിലാണ്. ഒരുവനെ പ്രവാചകനായിട്ട് നാം എണ്ണുന്നുവെങ്കിൽ നാമും പ്രവാചകന്മാരുടെ ഗണത്തിലാണ്. അതുകൊണ്ട് പ്രവാചകനെയും നീതിമാനെയും എല്ലാവരെയും ആ രീതിയിൽ ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ നാമും ആ ഗണത്തിൽ, നാമും അതിന്റെ പ്രതിഫലം ഈ ലോകത്ത് അനുഭവിക്കാതെ പോവുകയില്ല. സദൃശ്യവാക്യങ്ങൾ 19-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണല്ലോ, എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, യഹോവ അവന് നന്മ പ്രതിഫലമായി കൊടുക്കുന്നു. എളിയവനോടും പാവപ്പെട്ടവനോടും സാധാരണക്കാരനോടും കൃപ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുകയാണ്. ദൈവം അത് ആവശ്യമുള്ള സമയത്ത് തിരിച്ച് പ്രതിഫലമായി അത് തിരിച്ചു കൊടുക്കുന്ന അനുഭവമാണ്. സങ്കീർത്തനക്കാരനും പറയുന്നു, എളിയവനോട് കൃപ കാണിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും കഴിയുമ്പോഴാണ് ഇവിടെ ഞാൻ എന്ന ഭാവം ഇല്ലാതായി ശിഷ്യത്വം അതിന്റെ പരിപൂർണതയിൽ വസിക്കുന്നത്. അതുകൊണ്ട് ദൈവരാജ്യ മൂല്യങ്ങളെ ഈ ലോകത്ത് സംസ്ഥാപിതമാക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിൽ ലഭിക്കുന്ന സമാധാനം. ആ സമാധാനത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഒരു ഭിക്ഷ നടത്തുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ കടത്തിണ്ണയിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ മഴക്കാലമായപ്പോൾ അവർക്ക് കടത്തിണ്ണയിൽ കിടന്നുറങ്ങാൻ പറ്റാതെയായി. അപ്പോൾ അവർ ഇങ്ങനെ ആ ഭാണ്ഡവും എടുത്ത് അടുത്ത വീടുകളിലൂടെയൊക്കെ വാതിൽക്കൽ വന്ന് കിടക്കുന്നു. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ സ്ത്രീ ഈ സ്ത്രീയെ വീടിനകത്തേക്ക് സ്വീകരിച്ചിട്ട് വൈകിട്ട് കിടക്കാൻ ഒരു മുറിയും കൊടുത്തു. പക്ഷെ മുറി കൊടുത്തിട്ടും അവൾക്ക് ആ വീട്ടിലെ മണമോ ആ വീട്ടിലെ മറ്റു കാര്യങ്ങളോ ഒന്നും സുഖകരമാകുന്നില്ല. അവൾക്ക് ഉറക്കം വരുന്നില്ല. അവൾ എഴുന്നേറ്റ് ചെന്ന് അവൾ ആ വീട്ടുകാരിയോട്, അതിൻ്റെ വീട്ടിലെ സ്ത്രീയോട് പറയുകയാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്. ഉടനെ ആ വീടിന്റെ സ്ത്രീ വെളിയിൽ ചെന്ന് ആ ഭാണ്ഡക്കെട്ടെടുത്ത് ഈ ഭിക്ഷ യാചിക്കുന്ന ഈ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളുക. ആ ഭാണ്ഡക്കെട്ടില്ലാതെ അവൾക്ക് ഉറക്കം വരില്ലായിരുന്നു. മറ്റുള്ളവരെ അവരായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവരെ നീതിമാനായി കാണുകയും പ്രവാചകനായി കാണുകയും ചെയ്യുമ്പോൾ, അവരെ അംഗീകരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ കൃപ കിട്ടും. നമുക്ക് എല്ലാവർക്കും
ദൈവത്തിന്റെ കൃപ അനുഗ്രഹകരമായി കിട്ടുന്ന ആ സമാധാനത്തിലേക്കും ആ സ്നേഹത്തിലേക്കും കടന്നു വരുവാൻ തക്കവണ്ണം ശിഷ്യത്വത്തിന്റെ വിളി നമ്മെ നിർബന്ധിക്കുന്നു. ആ രീതിയിലുള്ള ജീവിതം നമുക്ക് കാഴ്ചവെക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.